ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ്. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കരയുടെ പൊടിയിലേക്ക് നമുക്ക് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ പൊടി ആയതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ മെൽറ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ചട്ടി അടുപ്പത്തിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കണം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു 10ഓളം വരുന്ന കാഷ്നട്ടൊന്ന് കട്ടാക്കി എടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പകുതി മൂത്തിങ്ങനെ വരുന്ന സമയത്ത് അത്രയും തന്നെ നമുക്ക് റൈസ് ഹിൽസും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉണക്കമുന്തിരിയില്ലേ, കിസ്മിസ്, അതുകൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള 1.5 കപ്പ് റവ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പൊടിയില്ലെങ്കിൽ രണ്ടും കൂടി ഒന്ന് ചതക്കി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനൊരു സാധാരണ കവർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്ക് പോരാ, നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇനി വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് ശർക്കരപ്പാനി ഞാൻ ഇത് 1/2 കപ്പ് എടുത്തത് കറക്റ്റ് മധുരം ഭാഗമാണ്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് കൂട്ടി ഒഴിച്ചു കൊടുത്താൽ മതി. അതോടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഴമാണ്. 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഈ റോബസ്റ്റ നല്ല ചെറുതാണ് കേട്ടോ, ചെറിയ റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴം തന്നെ വേണമെന്നൊരു നിർബന്ധമല്ല, ചെറുപഴവും ഉപയോഗിക്കാം. അതുപോലെ നല്ല തോലൊക്കെ കറുത്ത് പോയിട്ടുള്ള നല്ല പഴുത്ത പഴം, പച്ച ഇങ്ങനെ ഒരുവിധമായ പഴം എടുക്കരുത്. നല്ല പഴുത്ത പഴം, നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതും ഒരെണ്ണം യൂസ് ആക്കാം കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുമ്പോൾ ഒരെണ്ണം മതി. ഇപ്പം ഞാൻ ചെറിയ റോബസ്റ്റ പഴം ആയതുകൊണ്ട് 3 എണ്ണം ചേർത്തിട്ടുണ്ട്. സാധാരണ ചെറുപഴമാണെങ്കിൽ ഒരു 4 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1-2 ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വരുന്ന തേങ്ങ, ഫ്രഷായിട്ട് ചെറുകി എടുത്തിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളം ആവശ്യമാണ്. നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ശർക്കരപ്പാനി കുറച്ചുകൂടി വെള്ളത്തിൽ മെൽറ്റാക്കി അത് ചേർത്ത് കൊടുത്താലും മതിയാകും. മധുരം കൂടുതൽ ഒരുപാട് വേണമെന്നില്ല, ഇതൊരു പാകത്തിന് ഉള്ള മധുരമാണ്. കുത്തുന്ന മധുരമൊന്നുമില്ല, കറക്റ്റ് പാകത്തെ മധുരമാണ് 1/2 കപ്പ് ശർക്കര പൊടിച്ചത് എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശർക്കരയുടെ കട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 ഉണ്ട ശർക്കര എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ ശർക്കര ചേർക്കുന്ന എല്ലാ വിഭവങ്ങളിലും അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അപ്പസോഡയാണ്, ഒരു 2 പിഞ്ച് അപ്പസോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് എടുത്തത് ഫുള്ള് എടുത്തിട്ടില്ല, ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാട് മിക്സാക്കി നോക്കിയിട്ട് പിന്നെ ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയായി പോകുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കാം. കണ്ടോ, ഇത് കറക്റ്റ് ഭാഗം തന്നെയാണ്, അത് തിക്കായി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തില്ലേ, ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ടാൽ മതി, ബാക്കി നമുക്ക് ഗാർണിഷിനായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. ആ രീതിയിൽ ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേവിച്ചെടുക്കുന്നത് ആവിച്ചെമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പാത്രത്തിൽ വട്ടയപ്പം പോലെയൊക്കെ വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടി ബൗളുണ്ടല്ലോ, അതിൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം.
അപ്പോൾ നമുക്കിത് ഓയിലൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രമേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുട്ടി പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലൊരല്പം നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യ് മാത്രം ചെയ്യണമെന്നൊന്നുമില്ല, ഓയിലായാലും മതിയാകും. അപ്പോൾ ഇതാ എല്ലാത്തിനും ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്ത് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങയും മുകളിൽ കൂടി ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ ഈ സമയം കൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ആവിപാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാനിതൊരു 2 പ്രാവശ്യമായിട്ടാണ് റെഡിയാക്കുന്നത്. ഈ പാത്രത്തിൽ മുഴുവനായിട്ടും കൊള്ളൂല, ഒരു 5 എണ്ണമൊക്കെ തന്നെ കൊള്ളുള്ളൂ, 5 ഗ്ലാസ് ചെറുത് കൊള്ളുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും, ബാക്കി എനിക്കിതൊരു 13 മിനിറ്റാണ് എടുത്തത്. ബാക്കി 10 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോയിൽ വെക്കരുത്, ഒരു മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ചിട്ടും വെച്ചിട്ടാണ് ഇത് ഞാനിവിടെ കുക്കാക്കി എടുത്തിട്ടുള്ളത്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. എന്നിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് എടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടി ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ 3 എണ്ണം കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് റവയും പഴവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇത് ഈ ക്ലാസ്സിൽ നിന്ന് വിട്ടു വരാനൊക്കെ വളരെ സിമ്പിളായിട്ട് വിട്ടുവരും. നമ്മളിതൊന്ന് ക്ലാസ് പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് കവുത്തി കൊടുത്ത് തട്ടിയാൽ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. ക്ലാസ്സിൽ ഒട്ടിപ്പിടിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഉണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ റവയും പഴവും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവയാണ് അല്ലേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട്